ഹായ് ഗൈസ്, ഇന്ന് ഞാനിവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലവറുള്ള ഭർത്താവിനും ഒരു ലവറുള്ള ഭാര്യയും ഉള്ള കാര്യങ്ങളാണ്, തമ്മിലറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു കാമുകിയുള്ള ഭർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, മനസ്സിലാവും എന്താണ്. ഭാര്യയ്ക്ക് യാതൊരുവിധ ശല്യവും ആ ഭർത്താവിൽ നിന്ന് ഉണ്ടാകില്ല. ഭാര്യയ്ക്ക് എവിടെ വേണോ പോകാം, വരാം. ഫുഡുണ്ടാക്കിയത് എന്താ കൊള്ളില്ല, ഇതെന്താ ലേറ്റായിപ്പോയി ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ലവറുള്ള ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടി വരില്ല. കാരണം ഭർത്താവ് ലവറുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ മെക്കിട്ട് കയറിക്കൊണ്ടേയിരിക്കും ഫുൾ ടൈം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭർത്താവ് എപ്പോഴും നല്ല സന്തോഷവനായിരിക്കും, പ്രസന്നവനായിരിക്കും അയാളുടെ മുഖം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, മനസ്സിലാക്കാൻ പറ്റും. ഭാര്യ എവിടെയെങ്കിലും പോയിട്ട് ഒരു 10 മിനിറ്റ് ലേറ്റായി വരികയോ, ഭാര്യയുടെ വീട്ടിൽ എത്ര വേണോ പോയി നിൽക്കാം, ഭർത്താവിൽ നിന്ന് യാതൊരു ശല്യവും ഉണ്ടാവില്ല. അതേപോലെ കാമുകനുള്ള ഒരു ഭാര്യയെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഭാര്യ സുന്ദരിയായിട്ടായി എപ്പോഴും മേക്കപ്പ് കേട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സിലായിരിക്കും നടക്കുന്നത്. അതുപോലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവൾ. പിന്നെ ഭർത്താവിന് അങ്ങോട്ട് ചെന്ന് യാതൊരു കാര്യങ്ങൾക്കും യാതൊരു സമ്മർദ്ദവും ചെലുത്താൻ പോവില്ല. എനിക്കത് വേണം, എനിക്ക് ഇന്നത് വാങ്ങിത്തരണം, അല്ലെങ്കിൽ ഇന്നെ അവിടെ കൊണ്ടുപോകണം, എനിക്ക് പോകണം, അങ്ങനെയുള്ള യാതൊരു ശല്യവും ഭാര്യയിൽ നിന്നും ഭർത്താവിന് കിട്ടില്ല. അതേപോലെ നമ്മൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. എവിടെ പോയിരുന്നു ഇത്ര നേരം, എവിടെ നിന്ന് ലേറ്റായത്, അങ്ങനെയുള്ള ഒരു ശല്യങ്ങളും പരസ്പരം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കാമുകയുള്ള ഒരു ഭർത്താവും ഒരു കാമുകനുള്ള ഒരു ഭാര്യയും തമ്മിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരുടെ ഇടയിൽ എപ്പോഴും വഴക്കുകൾ കുറഞ്ഞിരിക്കും പരസ്പരം. കാരണം അവർ പരസ്പരം അവരുടേതായ ലോകങ്ങളിലായിരിക്കും. മീറ്റ് ചെയ്യണത് അപൂർവ സമയങ്ങളിലാണ് അവർ സംഗമിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഇരു കൂട്ടരും ഹാപ്പി ആയിട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ ഏറെക്കുറെ കുറഞ്ഞിരിക്കും. എൻ്റെ അഭിപ്രായമാണ് ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വേറൊരു വീഡിയോയുമായിട്ട്, ചെറിയൊരു കാര്യവുമായിട്ട് അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.